കൊച്ചേട്ടൻ്റെ കത്ത്. സ്മരണ വേണം മക്കളെ, സ്മരണ. സ്നേഹമുള്ള DCL കൂട്ടുകാരെ, ഒരു ദിവസം അതിസമ്പന്നനായ ഒരു മനുഷ്യൻ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു ഭിക്ഷക്കാരനെ കണ്ടു. അടുത്തു ചെന്ന് അയാളോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ഒരു ഭിക്ഷക്കാരനായത്? ഭിക്ഷക്കാരൻ പറഞ്ഞു, ഒരു ജോലിക്ക് വേണ്ടി ഞാൻ അലയാത്ത ഇടമില്ല, മുട്ടാത്ത വാതിലുകളില്ല. ഒന്നും കിട്ടാതായപ്പോൾ പിച്ച തേടുകയല്ലാതെ മറ്റു വഴികളില്ലാതെ വന്നു. താങ്കൾ എനിക്കൊരു ജോലി തന്നാൽ ഞാൻ ഭിക്ഷയാടനം നിർത്തിക്കൊള്ളാം. അപ്പോൾ ആ ധനികൻ പറഞ്ഞു, ഞാൻ നിന്നെ എൻ്റെ ബിസിനസ് പാർട്ട്ണറാക്കാം, നമുക്ക് ഒരുമിച്ച് വളരാം. ഭിക്ഷക്കാരൻ്റെ ഹൃദയം നിശ്ചലമായതുപോലെ തോന്നി. ഒരു തുള്ളി വെള്ളം കൊതിച്ചവന് ഒരു കിണർ തന്നെ കിട്ടിയ അനുഭവം. ധനവാൻ പറഞ്ഞു, എനിക്ക് ധാരാളം നെൽവയലുണ്ട്, ഞാൻ ഓരോ ദിവസവും ലോറിയിൽ നിറയെ ധാന്യം നിനക്ക് തരാം. നീ അത് കൊണ്ടുപോയി വിറ്റാൽ മതി. മാസാവസാനം നമുക്ക് ലാഭം വീതിച്ചെടുക്കാം. ഭിക്ഷക്കാരൻ ആകാംക്ഷയോട് ചോദിച്ചു, എനിക്ക് എത്ര ശതമാനം ലാഭവീതമാണ് അങ്ങ് തരുന്നത്? 10 അതോ 5%? അപ്പോൾ ധനവാൻ ഭിക്ഷക്കാരനെ ഞെട്ടിച്ചു. ഞാൻ 90% നിനക്ക് തരും, എനിക്ക് 10% മതി. ഭിക്ഷക്കാരൻ ആനന്ദാതിരേകത്താൽ ധനവാന്റെ മുൻപിൽ മുട്ടുകുത്തി, പാദം തൊട്ടുമുത്തി കരഞ്ഞു. ധനവാൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. പിറ്റേ ദിവസം തന്നെ നല്ല വസ്ത്രങ്ങൾ വാങ്ങി നൽകി, ഒപ്പം ലോറി കണക്കിന് ധാന്യങ്ങളും. ഓരോ ദിവസവും കഴിയും തോറും ഭിക്ഷക്കാരൻ്റെ അവസ്ഥ മാറി വന്നു. അയാളുടെ പക്കൽ പണം കുന്നുകൂടി. അയാൾ ആഹ്ലാദ നൃത്തം ചവിട്ടി. മാസാവസാനമായി. ഭിക്ഷക്കാരനായിരുന്നയാൾ കിട്ടിയ പണമെല്ലാം കൂട്ടിവെച്ചു. ധനവാൻ തൻ്റെ 10% വിഹിതം വാങ്ങാൻ വന്നു. അപ്പോഴും നമ്മുടെ മുൻ ഭിക്ഷക്കാരൻ മനസ്സിൽ ആർത്തിയും അഹന്തയും കുന്നുകൂടി. അയാൾ ഇങ്ങനെ ചിന്തിച്ചു, ഞാനല്ലേ രാപ്പകൽ അധ്വാനിച്ചത്, മുതലാളി ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ വിയർപ്പ്, എൻ്റെ കുതിപ്പ്. അതിനാൽ മുതലാളിക്ക് 10% ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ധനവാൻ വന്ന് അവൻ്റെ വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരുന്നു. എന്നാൽ അയാൾ വാതിൽ തുറന്നില്ല. പ്രിയ കൂട്ടുകാരെ, നമ്മളും പലപ്പോഴും ഇങ്ങനെയാണ്. 2026 എന്ന പുതുവർഷത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. നമ്മൾ എങ്ങനെ ഇതുപോലെ വളർന്നു? നമ്മൾ എങ്ങനെ ഇന്നുവരെ എത്തിയെന്ന് ചിന്തിച്ചാൽ ഈ കഥയുടെ പൊരുൾ തെളിയും. ഭൂമിയിലേക്ക് മനുഷ്യരായി പിറന്നപ്പോൾ നമ്മൾ ആ പിച്ചക്കാരനെ പോലെ തന്നെ സ്വന്തമായി ഒന്നുമില്ലാത്തവരായിരുന്നു. പൂർണ്ണമായും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടവരുമായിരുന്നു. നമ്മൾ വീണപ്പോൾ കൈപിടിച്ചെഴുന്നേൽപ്പിച്ചതും ആവശ്യങ്ങൾ വന്നപ്പോൾ നമ്മുടെ കൈ നിറച്ചു നൽകി നമ്മെ വളരാൻ സഹായിച്ചതും നമ്മുടെ സൃഷ്ടാവായ നല്ല ദൈവമാണ്. നമ്മുടെ സ്നേഹസമ്പന്നരായ മാതാപിതാക്കളിലൂടെയും സഹോദരങ്ങളിലൂടെയും അധ്യാപകരിലൂടെയും കൂട്ടുകാരിലൂടെയുമാണ് ദൈവം കാലാകാലങ്ങളിൽ നമ്മെ പരിപാലിച്ച് വളർത്തിയത്. ഇന്ന് നമ്മൾക്കുണ്ട് എന്ന് നമ്മൾ അഭിമാനിക്കുന്ന നമ്മുടെ ജീവൻ, നമ്മുടെ വിശ്വാസം, സ്വഭാവം, ജീവിത മൂല്യങ്ങൾ, നമ്മൾ സ്വന്തമാക്കിയ നേട്ടങ്ങൾ, അറിവ്, വിപുലമായ സൗഹൃദ വലയം എല്ലാം നമുക്ക് എങ്ങനെ കിട്ടി? എല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണോ? നമ്മുടെ ഈ ശരീരം, സുന്ദരമായ മുഖം, വിടർന്ന മിഴികൾ, തുറന്ന പുഞ്ചിരി, നമ്മുടെ വിവിധ കഴിവുകൾ എല്ലാം ദൈവം ഈ മർത്യജന്മം നമുക്ക് നൽകിയതുകൊണ്ട് മാത്രമല്ലേ? അതേ കൂട്ടുകാരെ, നമ്മെ നാമാക്കാൻ ദൈവത്തിൻ്റെ പ്രതിനിധികളായി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നവരെ നമ്മൾ മറക്കരുത്. അവരിലൂടെ ലഭിച്ചതെല്ലാം നമ്മൾ എന്നും സ്മരിക്കണം. പുതുവത്സരത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ 10% നമുക്ക് മറ്റുള്ളവർക്കായി മാറ്റിവെക്കാം. അങ്ങനെ ദൈവത്തിന് എന്നും നന്ദി പ്രകടിപ്പിച്ച് ജീവിക്കാം. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. സ്വന്തം കൊച്ചേട്ടൻ.